റഫീഖ്, വൈകിയെത്തിയ നീതി അനീതിയാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ തറക്കല്ലിടുന്നതേ ഉള്ളൂ. പക്ഷേ തറക്കല്ലിടുന്നതിന് മുൻപ് തന്നെ വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കിയ 150ഓളം വീടുകൾ പല വാർഡുകളിലായിട്ടുമുണ്ട്. അത് സന്നദ്ധ സംഘടനകൾ, വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, ഇപ്പോൾ ലീഗ് തറക്കല്ലിടാൻ പോകുന്നു. വലിയ രീതിയിൽ 105 വീടുകൾ ഉയരാൻ പോകുന്നു. വളരെ വേഗം 1-2 മാസത്തിനുള്ളിൽ ഈ വീടുകളെല്ലാം പണി പൂർത്തിയാവുകയും ചെയ്യും. അപ്പോഴും നമ്മൾ ഡിസംബർ വരെ കാത്തിരിക്കണം ദുരന്ത ബാധിതർക്ക്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കൊരു മെല്ലെപ്പോക്കുണ്ടായോ? ഒരു വീഴ്ച സംഭവിച്ചോ? വൈകിയെത്തിയ നീതി അനീതിയായി മാറുന്നുണ്ടോ റഫീഖ്? അല്ല, ഒരു തരത്തിലും ഒരു വൈകല്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത്, വയനാട്ടിൽ നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വയനാട് ജില്ലയിൽ നിന്ന്. വയനാടിൻ്റെ ഒരു ഭൂമിയുടെ സ്ഥിതി എന്താണ് നമുക്കറിയാലോ. ഒന്ന്, ദുരന്തബാധിത സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ദുരന്തബാധിത സാധ്യത പഠിക്കണം, ഒന്ന്. രണ്ടാമത്, ചില വീടുകൾ, ഇപ്പോൾ കുറച്ച് വീടുകൾ വെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കുറച്ച് വീടുകളാണെങ്കിൽ നമുക്ക് വയനാട്ടിൽ പല പ്രദേശങ്ങളുണ്ട്. പക്ഷെ ഇത് ഒന്നിച്ചൊരു പ്രദേശത്ത് 100, 200, 300, 400 വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥലം, ഒരുമിച്ചുള്ള സ്ഥലം കണ്ടെത്തണം. അതിന് ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഭൂമികൾ മാത്രമേ ഉള്ളൂ വയനാട് ജില്ലയിൽ. സ്വാഭാവികമായിട്ടും അല്ലാതെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ വാങ്ങുന്നത് പോലെ ഗവൺമെൻറ് വാങ്ങാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും വാങ്ങാൻ വേണ്ടി കഴിയുക അതിൻ്റെ നിയമവശങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇത്രയേറെ ഭൂമി വേണം താനും. വയനാടിൻ്റെ ഒരു ഭൂമി ലഭ്യത എന്ന് പറയുന്നത് തോട്ടം ഭൂമികൾ ഉൾപ്പെടെയാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഭൂമികൾ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു പഠനം നടത്തി 25ഓളം ഭൂമികൾ കണ്ടെത്തി. അതിൽ 9 വീടുകൾ 9 പ്രദേശങ്ങൾ ഫൈനലായി കണ്ടെത്തി. അതിനുശേഷമാണ് ഈ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് മുന്നോട്ട് പോയത്. ഒക്ടോബർ 4-ാം തീയതിയാണ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറങ്ങിയത്. ആ ഘട്ടത്തിലാണ് ഉടമകൾ ഒക്ടോബർ 20 മാസങ്ങൾക്ക് മുമ്പാണ് നിയമക്കുരുക്കിൽ കിടക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നം പോലും പരിഹരിക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റ് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിയമക്കുരുക്കിലേക്ക് പോകുമായിരുന്നില്ലേ? ചുരുങ്ങിയത് ഒക്ടോബറിൽ അങ്ങനെ അല്ലാത്തൊരു ഭൂമി കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് തറക്കല്ലിടാം, ഡിസംബർ മാസത്തിൽ പണി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം വീടിന് താക്കോല് കൈമാറാം. അങ്ങനെയല്ല താങ്കൾ പറയുന്ന പോലെ. അതാ ഞാൻ പറഞ്ഞത്, വയനാട് ജില്ലയിലെ ഏത് ഭൂമിയിൽ പറ്റുന്ന താങ്കൾ പറയും. ഈ വയനാട് ജില്ലയിൽ തോട്ടം ഭൂമിയായാൽ ഏത് തോട്ടം ഭൂമിയിലും പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങളെ അതിൻ്റെ ഉടമകൾ സമീപിക്കും. അവർക്ക് പണം കിട്ടാൻ വേണ്ടി BJP പ്രതിനിധി ഇവിടെ അവർക്ക് പണം കൊടുക്കാത്തതിലാണല്ലോ വിലപിച്ചത്. കുറച്ചുകൂടി കൂടുതൽ കിട്ടണമെന്ന രൂപത്തിലാണ് വിലപിച്ചത്. അതുപോലെ മാനേജ്മെൻറ്റുകൾ പണത്തിന് വേണ്ടി പോകും. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഏത് തോട്ടം ഭൂമിയായാലും. ഇത്രയേറെ ഭൂമി കിട്ടണമെങ്കിൽ തോട്ടം ഭൂമികൾ തന്നെ നമുക്ക് സമീപിക്കണം. മറ്റേത് ഭൂമി നമുക്ക് കിട്ടും വയനാട്ടിൽ തന്നെ വേണ്ടേ? അതുപോലെ വയനാട്ടിൽ സമയം കുറച്ച് സംസാരിക്കണം എല്ലാവരും. ഞാനൊന്ന് ഇതിനുള്ള മറുപടി ഇതിലെടുത്തൊരു റഫീഖിലേക്ക് നമ്മൾ പോയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഒരു നിമിഷം, 30 സെക്കൻഡ് കൂടി റഫീഖിന്. അരുൺ, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അതാ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഒക്ടോബർ 4-ന് നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് ഇവർ മാനേജ്മെൻറ്റ് കോടതിയെ സമീപിക്കുന്നത്. ഡിസംബർ 27 വരെ അത് നീണ്ടു. പിന്നീട് വളരെ പെട്ടെന്നല്ലേ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ആ നിലയിൽ നമ്മളതിനെ കാണണം. ഇവിടെ ഒരു വിഷയം, പ്രതിപക്ഷം വളരെ നല്ല നിലപാട് ഈ കാര്യത്തിൽ ഇന്നത്തെ ദിവസം സ്വീകരിച്ചു. അതിൽ ഞങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്നു. പക്ഷേ പ്രതിപക്ഷവും ഇപ്പം ക്രിയാത്മകമായി സ്വയം വിമർശനപരമായി പരിശോധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ MPമാർക്ക്, രാജ്യത്ത് എവിടെയുള്ള MPമാർക്കും 1 കോടി രൂപ വരെ മാറ്റിവെക്കാം. എത്ര MPമാരാണ് UDFൻ്റെ MPമാർ കേരളത്തിൽ ഇതിനുവേണ്ടി മാറ്റിവെച്ചത്? ഇവിടെ വയനാട് ജില്ലയുടെ MP ഉണ്ടല്ലോ, അവർ പോലും ഒരു നയാ പൈസ അവരുടെ ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിയണം. പ്രതിപക്ഷം ഇതിനെ ഈ ആളുകളെ ആശങ്കയിലാക്കുന്ന നിലയിലുള്ള Debate with Dr. Arun Kumar.